അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച വിശേഷമാണ് കേട്ടോ. ഏട്ടൻ ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഉള്ളിവടയെല്ലാം പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ചോറ് കഴിക്കുന്നതിന് മുന്നേ അതൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ ചോറ് കറിയൊക്കെ റെഡിയായിട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ മുറിച്ചിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ മുറിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഏട്ടൻ്റെ ഉള്ളിവട പിന്നെ പരിപ്പ് വട ഇതൊക്കെ ഏട്ടൻ്റെ മാസ്റ്റർ പീസാണ്. ഞാൻ ഉണ്ടാക്കിയാലൊന്നും അത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്ത് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഏട്ടൻ ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വെച്ചതും കണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മൊത്തമായിട്ട് കാലിയായിട്ടുണ്ടായിരുന്നു. കുട്ടികൾസ് സ്കൂളിലൊക്കെ കൊണ്ടുപോയായിരുന്നു കേട്ടോ. ദൈവമ്മക്കും പാറമ്മക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. വല്ലപ്പോഴും ഇടയ്ക്ക് ഇതേപോലെ ഉള്ളിവട ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിവട ഏകദേശം ഉണ്ടാക്കിയെടുത്തു. ഇതാ നല്ല അടിപൊളി ക്രിസ്പി മൊരി ഉള്ളിവടയായിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ളിവടയും ബ്ലാക്ക് ടീ ഒക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ 2-3 ട്രിപ്പ് ഉണ്ടാക്കി. ഇത് ലാസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ കാസ്ട്രോളിൽ അത് ഉണ്ടാക്കിയതൊക്കെ മാറ്റി. അപ്പോൾ ഇന്നിതാ ചോറ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും പിന്നെ നമ്മുടെ ഫ്ലാറ്റ് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് ബീൻസിൻ്റെ തോരനും പിന്നെ മാങ്ങ ചമ്മന്തി പിന്നെ പരിപ്പ് കറി പിന്നെ പപ്പടം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ദൈവമ്മേനോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്യാമറ എങ്ങോട്ടേക്കാണ് പോകുന്നത് ദൈവവിന് മാത്രമേ അറിയുള്ളൂ. ഓരോ സ്ഥലത്ത് ഞാൻ ചോറ് വിളമ്പുന്ന സമയത്ത് അവൾ അപ്പുറത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ എടുത്തുതരാമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. ചോറ് എവിടെയോ പ്ലേറ്റ് എവിടെയോ അവളുടെ ഫോൺ എവിടെയാണിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചമ്മന്തി നമ്മുടെ ഫ്ലാറ്റ് ബീൻസ് പിന്നെ പരിപ്പ് കറി. അപ്പോൾ ഞാൻ പരിപ്പ് കറി എടുത്തില്ല. എനിക്ക് തോരനും ചമ്മന്തിയും മാത്രം കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ദേവുവിന് പാറു അവിടെ ഇരിക്കുന്നുണ്ട്. ദേവുവിനും ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഡേയിലെ ചോറ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നല്ലപോലെ പിന്നെ ചമ്മന്തിയും നമ്മുടെ ഫ്ലാറ്റ് ബീൻസൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ദൈവമ്മക്ക് പരിപ്പ് കറിയാണ് വേണ്ടതെന്നിട്ട് ദൈവമ്മക്ക് പരിപ്പ് കറിയും പിന്നെ ഇന്നലത്തെ കേബേജ് തോരനും പരിപ്പ് കറിയും പപ്പടവും അവൾക്ക് അടിപൊളി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പിനേഷൻ മതിയമ്മ എന്ന് പറഞ്ഞിട്ട് അതുകൂടെ കഴിക്കുകയാണ് അവൾ. അപ്പോൾ അത് കഴിഞ്ഞ് ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നത്. അപ്പം ഇതാ കോളിഫ്ലവർ മുറിച്ചിട്ടുണ്ടായിരുന്നത് അത് ഏട്ടൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവറും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തു. സാധാരണ നമ്മുടെ നാട്ടിൽ ഉത്സവ പറമ്പിലൊക്കെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ കിട്ടാറുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ ഇതുവരെ ചെയ്യാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഏട്ടൻ ഈ കോളിഫ്ലവർ വാങ്ങിയിട്ട് ഇതുവരെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. അതിൻ്റെ മിക്സ് എന്തെല്ലാം ചേർത്തതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. അതിൽ ജീരകമാണോ പെരുംജീരകമാണോ ചേർത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ സംഭവം കിടുവായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ, സീ യു.